പ്രിയമുള്ളവരെ, ഏവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മുതൽ പുതിയ വിഷയങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിൻ്റെ ആമുഖമെന്നോണം മാതൃഭാഷയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. എന്നിട്ട് നമുക്ക് തുടർ പരിപാടിയിലേക്ക് പോകാം. ഏതൊരു മലയാളിയും അല്ലെങ്കിൽ മലയാള ഭാഷ സംസാരിക്കുന്ന യാതൊരാളും അറിഞ്ഞിരിക്കേണ്ട ഒരു പേരാണ് ശ്രീകണ്ഠേശ്വരം ജി പത്മനാഭപിള്ളയുടേത്. ശരിക്കും പറഞ്ഞാൽ ഭാഷയ്ക്ക് വേണ്ടി ജീവിതം ഹോമിച്ച മഹാനാണ് അദ്ദേഹം. മലയാള ഭാഷയ്ക്ക് ആദ്യം നിഘണ്ടു രചിച്ചത് ഇദ്ദേഹമാണ്. ഇന്ന് നാം കേൾക്കുന്നത് ഹെർമൻ ഗുണ്ടട്ടാണ് മലയാള ഭാഷയ്ക്ക് ആദ്യം നിഘണ്ടു തയ്യാറാക്കിയത് എന്നാണ്. ഏടുകളിലെല്ലാം അങ്ങനെ തന്നെയാണ് കാണുന്നത്. എന്നാൽ ഭാഷാ ചരിത്രകാരന്മാർ ശരിയായ ഈ രചയിതാവിൻ്റെ പേര് കണ്ടില്ല എന്നോ അദ്ദേഹത്തെ മറന്നു എന്നോ വേണം കരുതാൻ. ഗുണ്ടട്ട് സാഹിബ് രചിച്ച നിഘണ്ടു മലയാളം ഇംഗ്ലീഷാണ്. മലയാള വാക്കുകൾക്ക് ഇംഗ്ലീഷിൽ അർത്ഥം വരുന്ന ഒരു ഭാഷാ സഹായി. പദങ്ങൾക്ക് ഒരു തർജിമ എന്നതല്ലാതെ ശരിയായ മലയാളത്തിന് പറ്റുന്ന ഒന്നല്ല ഈ നിഘണ്ടു. എന്നാൽ ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ള രചിച്ച നിഘണ്ടുവാകട്ടെ തനി മലയാളമാണ്. കഠിന പദങ്ങളുടെ ലളിതാർത്ഥങ്ങളും കാലങ്ങളായി മറ്റ് ഭാഷകളിൽ നിന്നും മലയാളത്തിലേക്ക് കുടിയേറി മലയാളികളായിട്ട് തന്നെ ജീവിക്കുന്ന അന്യഭാഷ വാക്കുകളുടെ അർത്ഥവും പദങ്ങളുടെ നാനാർത്ഥങ്ങളും വിശദമായി പ്രതിപാദിക്കുന്ന ശബ്ദങ്ങളുടെ വഴിരേഖ എന്ന് വിശേഷിപ്പിക്കാവുന്ന ബൃഹത് ഗ്രന്ഥമാണ്. അതിൻ്റെ പേര് ശബ്ദതാരാവലി എന്ന് തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ മലയാള പദങ്ങളുടെ നാൾ വഴി വിശേഷങ്ങൾ. 20 വർഷത്തെ കഠിന പ്രയത്നം കൊണ്ടാണ് അദ്ദേഹം ഇത് തയ്യാറാക്കിയത്. ഈ യജ്ഞത്തിന് വേണ്ടി ജോലി ഉപേക്ഷിച്ച് മലയാളക്കര മുഴുവനും സഞ്ചരിച്ച് വയൽ വരമ്പുകൾ മുതൽ കൊട്ടാരക്കെട്ടുകൾ വരെ കയറിയിറങ്ങി ഓരോന്നിൻ്റെയും നാൾ വഴി വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞും താളിയോലകളിൽ നിന്നും നാടോടിപ്പാട്ടുകളിൽ നിന്നും പുരാണങ്ങളിൽ നിന്നും മറ്റുമായി വിവരങ്ങൾ ശേഖരിച്ച് 1892 രചന തുടങ്ങി. പേപ്പർ സൈസ് ഡമ്മി 1/4, അതായത് ഇന്നത്തെ A4 ഏതാണ്ട് A4 സൈസ് 2250 പരം പേജുകൾ വരുന്ന പുസ്തകം 2 വാള്യമായിട്ടാണ് പുറത്തിറങ്ങിയത്. അതിൽ ഒന്നാം വാള്യം 1918 പുറത്തിറങ്ങി. അപ്പോഴേക്കും അദ്ദേഹം സാമ്പത്തികപരമായി വളരെ അധപ്പതിച്ചു കഴിഞ്ഞത്. ശേഷിച്ച കിടപ്പാടം 2ാം വാള്യം പുറത്തിറങ്ങിയതോടെ അന്യാധീനപ്പെടുകയും ചെയ്തു. അപ്പോൾ ചോദിക്കാം, ശബ്ദതാരാവലി എന്ന പുസ്തകം പുറത്തിറങ്ങാൻ ഇത്രയേറെ പണച്ചെലവോ എന്ന്. ജോലിയില്ലാതെ ഗവേഷണത്തിന് വേണ്ടി സഞ്ചരിച്ചത് മുതൽ
കയ്യെഴുത്ത് പ്രതികൾ പ്രസ്സിൽ നിന്നും പുസ്തക രൂപത്തിൽ പുറത്തിറങ്ങുന്നതുവരെയുള്ള ചെലവുകൾ നോക്കിയാൽ നിജസ്ഥിതി മനസ്സിലാകും. ഒരു കൂട്ടായ പ്രവർത്തനം കൊണ്ട് ചെയ്തു തീർക്കേണ്ട ഒന്നാണ് നിഘണ്ടു. ഒരു വ്യക്തിയെക്കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതല്ല. എന്നാൽ ഇവിടെ ഇദ്ദേഹം ഒറ്റയാൾ പട്ടാളത്തെ പോലെ തനിച്ചാണിതെല്ലാം നിർവഹിച്ചത്. അതിനെ കണക്കിലെടുത്തിട്ട് ജനങ്ങൾ അദ്ദേഹത്തെ ഏകാംഗ അക്കാദമി എന്ന് വിശേഷിപ്പിച്ചിരുന്നു. നിഘണ്ടു പുറത്തിറങ്ങിയപ്പോൾ ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് ഭാഷയ്ക്ക് വേണ്ടി ഇദ്ദേഹം ചെയ്ത സേവനത്തെ മാനിച്ച് വീരശൃംഖല നൽകി ആദരിക്കുകയും ജീവിതാന്ത്യം വരെ ബുദ്ധിമുട്ട് കൂടാതെ ജീവിക്കാൻ ഒരു പെൻഷൻ അനുവദിക്കുകയും ചെയ്തു. ശബ്ദതാരാവലി മാത്രമല്ല ശ്രീകണ്ഠേശ്വരത്തിൻ്റെ കൃതികൾ. കാളിദാസൻ്റെ രഘുവംശം മലയാളത്തിലേക്ക് അദ്ദേഹം തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ധർമ്മഗുപ്തൻ, പാണ്ഡവ വിജയം എന്നിങ്ങനെ 2 നാടകങ്ങളും കമലാകുമാരി എന്ന ബാലകൃതിയും രചിച്ചതായി കാണുന്നു. 1864 തിരുവനന്തപുരത്തിനടുത്തുള്ള ശ്രീകണ്ഠേശ്വരം ഗ്രാമത്തിൽ നാരായണപിള്ളയുടെയും ആനന്ദപിള്ളയുടെയും മകനായി പിറന്ന പത്മനാഭപിള്ള തിരുവനന്തപുരത്ത് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം മഹാരാജാസ് കോളേജിൽ നിന്നും ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ FA ഡിഗ്രി എടുത്ത് ഫാക്കൽറ്റി ഓഫ് ആർട്സ്, അതായത് ഇന്നത്തെ BA ഡിഗ്രിക്ക് തുല്യമാവാം, നിയമപഠനം പൂർത്തിയാക്കി നെയ്യാറ്റിൻകര കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. ആ സമയത്താണ് സാഹിത്യരചനയിലേക്ക് നീങ്ങിയത്. ജീവിതകാലം മുഴുവൻ ഭാഷയ്ക്ക് വേണ്ടി ചെലവഴിച്ച ഈ മഹാനുഭവൻ 1946 81ാമത്തെ വയസ്സിൽ വിട പറഞ്ഞു. മലയാളം അറിയുന്ന ഏതൊരാളും ഓർത്തിരിക്കേണ്ടതാണ്. കാരണം ഭാഷയുടെ ചാവി നിഘണ്ടുവാണ്. ആ നിഘണ്ടു ഉണ്ടെങ്കിൽ അത് തോക്കാൻ പറ്റും. ഓരോ വാക്കിൻ്റെയും അർത്ഥം നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഏത് ഭാഷ നമ്മൾ സംസാരിക്കുന്നു അതിൻ്റെ നാൾ വഴി അർത്ഥങ്ങൾ നിഘണ്ടുവാണ്. അത് ഞാൻ പറയാണ്ട് തന്നെ പ്രേക്ഷകർക്കറിയാം. ഇംഗ്ലീഷായാലും ഏതായാലും അതുണ്ട്. അറബിയോ ചൈനീസ്, ലോകത്തെ ഏത് ഭാഷയുടെയും അടിസ്ഥാനം നിഘണ്ടുവാണ്. ആ നിഘണ്ടുവിൽ ആ ഭാഷയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന എല്ലാ പദങ്ങളുടെയും അർത്ഥങ്ങളും പദങ്ങളും ഉണ്ടാവും. അതിനപ്പുറം ഒന്നുണ്ടാവും. പിന്നെ പുതിയ പുതിയ വാക്കുകൾ വരുമ്പോൾ അത് കാലാനുസൃതം മാറ്റങ്ങൾ വരുത്തുമ്പോൾ ഇതതിൻ്റെ കൂടെ ചേർക്കുന്നുള്ളൂ. ഉദാഹരണത്തിന് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരുപാട് പുതിയ പുതിയ വാക്കുകൾ വരുന്നുണ്ട്. ഒരു കാലത്ത് കോളേജ് ക്യാമ്പസുകളിൽ നിന്നായിരുന്നു പുതിയ വാക്കുകളൊക്കെ വന്നിരുന്നത്, പത്രക്കാരിൽ നിന്നും പത്രപ്രവർത്തകരിൽ നിന്നും. ഇപ്പോൾ സോഷ്യൽ മീഡിയയാണ് പുതിയ പുതിയ വാക്കുകൾ ഇറക്കിക്കൊണ്ടിരിക്കുക. അത് അസഭ്യമായിട്ടുള്ളതും സഭ്യമായിട്ടുള്ളതുമുണ്ട്. ചില പദങ്ങളെ കേട്ടാൽ അറയ്ക്കും, അത് നമുക്ക് തട്ടിക്കളയാം. അതിൽ നിന്ന് നല്ല നല്ല പദങ്ങളും നല്ല നല്ല ശൈലികളൊക്കെ അതിൽ വരുന്നുണ്ട്. അതൊക്കെ കാലക്രമത്തിൽ നമ്മുടെ നിഘണ്ടുക്കളിൽ വരും. അപ്പോൾ പുതിയ പുതിയ ഇത് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഏത് ഭാഷ ഉച്ചരിക്കുന്നു അത് ആ ഭാഷയിൽ നിഘണ്ടുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ഏതായാലും തുടർന്ന് നമുക്ക് ഓരോ വിഷയങ്ങൾ ഇതുപോലെ
അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാം. ഇത് കേട്ടുകൊണ്ടിരുന്ന ഏവർക്കും നന്ദി, നമസ്തേ.